ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് സോളാർ എക്ലിപ്സ് കാണാൻ പോകണേ. ഞങ്ങൾക്ക് ഗ്ലാസ് കിട്ടിയില്ല, അപ്പോൾ ഞങ്ങൾ DIY ഗ്ലാസ് ഒക്കെ കൊണ്ടുപോകണേ. കണ്ണടിച്ച് പോകുന്ന അറിയില്ല ഗൈസ്. തുടങ്ങി 2:15 തുടങ്ങിയിട്ടാണ് 3:30ക്കാണ് പ്രോപ്പറായിട്ട് കാണാമെന്ന് പറയണേ. എന്തെങ്കിലും കണ്ടാൽ ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, തെറ്റാ. അത് കാണിച്ചു തരാം. ഗ്ലാസ് ഇല്ലാതെ ഇതിനകത്ത് ഞാൻ മറ്റേ ഓട്ടയൊക്കെ കുത്തി സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. യൂട്യൂബ് കണ്ടിട്ട് DIY മാസ്ക് കൊണ്ടുപോകണേ. മാസ്ക് അല്ല, DIY ഗ്ലാസും കൊണ്ടാ പോണേ. വെളിച്ചൊക്കെ കുറഞ്ഞു തുടങ്ങി. നമുക്കിപ്പോൾ എന്തായാലും മുകളിലേക്ക് പോകാം. തെറ്റാ. മുകളിലെത്തി. സൂര്യൻ നല്ല വെയിലുണ്ടെന്ന് മനസ്സിലായി. നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടക്കണ്ണൊക്കെ ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. കണ്ണടിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ DIY സോളാർ എക്ലിപ്സ് വ്യൂവർ നമ്മൾ ഇവിടെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂര്യൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് നമ്മുടെ അലുമിനിയം ഫോയിലിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഹോളിനകത്ത് കൂടെ സൂര്യ വെളിച്ചം വന്ന് നമ്മുടെ വൈറ്റ് സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തെ കണ്ണിൽ കൂടെ നോക്കും. ഭയങ്കര സയൻറ്റിഫിക്കലി ബുദ്ധിപരമായിട്ട് ഞങ്ങളതിനെ ഫോക്കസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം വർക്ക് ചെയ്തു കേട്ടോ. നമ്മൾ വെറുതെ നമ്മൾ യൂട്യൂബിൽ കാണുന്ന എല്ലാം മണ്ടത്തരമല്ല എന്ന് തെളിയിച്ചു. സാധനം നന്നായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നന്നായി കാണാൻ പറ്റി. പിന്നെ ആക്ച്വൽ ഫുൾ എക്ലിപ്സ് ആയ സമയത്ത് നമുക്കൊരു 30 seconds ഒക്കെ നമുക്ക് സ്ട്രേറ്റ് നോക്കാം എന്ന് പറയുന്നത് കണ്ടായിരുന്നു ചില സ്ഥലത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടോ. സോ ഇതിനകത്ത് ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കാണുമെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ സൂര്യനിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കുന്നേക്കാളും നമ്മുടെ ഇതിനകത്തുള്ള ഇതിൻ്റെ ഒരു റിഫ്രാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഓൾ ഓഫ് എ സഡൻ ലൈറ്റ് പെട്ടെന്ന് കുറഞ്ഞു. 326 എന്നവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 326 തന്നെ നമ്മുടെ ലൈറ്റൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നു തുടങ്ങി. മൊത്തം ഒരു വെട്ടം കുറഞ്ഞു, തണുപ്പ് കൂടാൻ തുടങ്ങി, ടെമ്പറേച്ചറൊക്കെ നന്നായി ഡ്രോപ്പായി. പിന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ ഇരുട്ടിലേക്ക് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പോകുന്ന ടൈമിൽ നമ്മുടെ ചുറ്റും ഈ പറയുന്ന അനിമൽസൊക്കെ കൺഫ്യൂസ്ഡ് ആണെന്ന് അറിയില്ല. ബേർഡ്സും അനിമൽസൊക്കെ പറഞ്ഞും ഇഷ്ടം പോലെ കിളികളായി കൺഫ്യൂസ്ഡ് ആയിരുന്നു. സമയത്തിന് ലൈബ്രറിയിൽ പോയി നിന്ന് കണ്ണട വാങ്ങിയ ചേട്ടന്മാരും ചേച്ചിമാരും കണ്ണട വെച്ച് പട്ടി ഷോ ആയിരുന്നു ഞങ്ങളുടെ മുന്നിൽ. പക്ഷെ ഞങ്ങൾ കിട്ടുന്നത് വെച്ച് കണ്ടു. അങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഫുൾ ആ എക്ലിപ്സ് വ്യൂ ചെയ്യാൻ പറ്റി കേട്ടോ. പെട്ടെന്ന് പട്ടക്കും എന്ന് പറഞ്ഞ് ഇരുട്ടാവുന്നതും അതിനടുത്ത് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് 2 പ്ലാനറ്റ്സോളം, എനിക്ക് തോന്നുന്നു ഒന്ന് ജൂപ്പിറ്ററും വേറെ ഒന്നൊരു കോമറ്റ് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി അടുത്ത് തന്നെ. അത് ഇതിനകത്ത് കാണുന്ന ഈ ഒരു വൈറ്റ് ഡോട്ടില്ല, അത് നമ്മൾ ജൂപ്പിറ്ററിനെ സ്പോട്ട് ചെയ്തതാണ്. പിന്നെ ബൈനോക്കുലേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടോ. പിന്നെ പെട്ടെന്നായിരുന്നു ഇരുട്ടായത്. ഒറ്റ മിനിറ്റ്. അത് ആ ടൈമിൽ തന്നെ ഫുൾ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പുറത്തത്തെ കളേഴ്സും സ്കൈ മൊത്തവും മാറി അടിപൊളിയായിരുന്നു. ഭയങ്കര ചിയറിങ്ങും ക്രൗഡ് ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വലിലേക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ സൂര്യന് പുറത്തേക്കൊരു സർക്കിളിലൊരു വലിയൊരു വലയം വന്നു. നോർമലായിട്ട് സൂര്യ വെളിച്ചം വന്നു. സോ ഇതായിരുന്നു ഞങ്ങളുടെ സോളാർ എക്ലിപ്സ് വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അനുഭവം. തിരിച്ചെത്തിരിക്കുകയാണ്. ഒരൊറ്റ മിനിറ്റിൽ ഫുൾ ഇരുട്ട്, അടിപൊളിയിട്ട്. ഫോണിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഞാൻ കിട്ടിയതെല്ലാം കൂടി ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടിടാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.